വിശുദ്ധ ഇസ്ലാം സ്നേഹത്തിൻ്റെയും കരുണയുടെയും മതമാണ്. സഹജീവികളോട്, സഹപ്രവർത്തകരോട്, എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം സ്വന്തം കൂടപ്പറപ്പുകളോട് മാത്രമല്ല സ്നേഹത്തോടെ വർത്തിക്കാൻ കൽപ്പിക്കുന്നത്, മറിച്ച് മനുഷ്യനോടും മനുഷ്യരേതര ജീവികളോടും നന്നായി സ്നേഹത്തോടുകൂടി ഇടപഴകാനാണ് കൽപ്പിക്കുന്നത്. കാരുണ്യത്തോടുകൂടി അവയെ നോക്കണമെന്നാണ്, അവയെ പരിചരിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്. നാം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളും ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ ഉണർത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, നാം പലപ്പോഴും പാൽ കറന്നെടുക്കാറുണ്ട്. അല്ലെങ്കിൽ മൃഗങ്ങളുടെ പാൽ കറന്നെടുക്കുന്ന സമയത്ത് പ്രധാനമായും ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ കറന്നെടുക്കുന്ന വ്യക്തി ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ആ കറക്കപ്പെടുന്ന പശുവിൻ്റെ അല്ലെങ്കിൽ കറക്കപ്പെടുന്ന ജീവിയുടെ ആ അകിടിലെ മുഴുവൻ പാലും നാം കറന്നെടുക്കാൻ പാടില്ല. കാരണം അതിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ള പാൽ നാം അതിൽ ബാക്കി വെക്കണം. അത് ആ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഒരാളെയും നാം വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ലല്ലോ. മറ്റൊരു കാര്യം, പാൽ കറന്നെടുക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നഖം വെട്ടൽ സുന്നത്തുണ്ട്. കാരണം നാം നഖം നീട്ടി വളർത്തി അതിൻ്റെ അകിടിൽ നിന്ന് പാൽ കറന്നെടുത്താൽ അറിയാതെ നമ്മുടെ നഖമെങ്ങാനും അതിൻ്റെ അകിടിൽ തട്ടി ആ അകിട് മുറിഞ്ഞാൽ അത് പഴുക്കുകയും വേദനിക്കുകയും ചെയ്ത് അതിന് പ്രയാസമാകും. ആ പ്രയാസം പോലും വിശുദ്ധ ഇസ്ലാം അതിൻ്റെ വിശാലമായ ആശയങ്ങൾ കൊണ്ട് ഒരു ചെറിയ ജീവിക്ക് പോലും ഇസ്ലാം സ്വാതന്ത്ര്യമായി മാറുന്നതാണ് നാം കാണുന്നത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശാലമായ ഈ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും സഹജീവികളോട് നല്ല രീതിയിൽ വർത്തിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.